നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രൻ നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രനാണ്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ പ്രീതി രജക് ആണ്. പ്രീതി രജക്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ പ്രീതി രജക് ആണ്. പ്രീതി രജക്. കരസേനയിൽ ചേരുന്ന ആദ്യ വനിതാ ഷൂട്ടിംഗ് താരമാണ് പ്രീതി. അപ്പോൾ കരസേനയിൽ ചേരുന്ന ആദ്യത്തെ വനിതാ ഷൂട്ടിംഗ് താരമാണ് പ്രീതി. 2024 മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാലാണ്. കെ രാജഗോപാൽ. പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 2024 മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹനായത് കെ രാജഗോപാലാണ്. അദ്ദേഹത്തിൻ്റെ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായ 8ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് അബുദാബിയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായ 8ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് അബുദാബി തന്നെയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡൻ സഖ്യവുമാണ്. അപ്പം രോഹൻ ബൊപ്പണ്ണ അറിയാം, നമ്മുടെ ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ആണ്. ഇപ്പോൾ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് ആണ് പറയുന്നത്. ഡബിൾസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡബിൾസിൽ കിരീടം നേടിയതാണ് രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡൻ സഖ്യവും. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. 2024 ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കെ ഉണ്ണീരി. കെ ഉണ്ണീരി. 2024 ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കെ ഉണ്ണീരി. ഈയിടെ ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് വടക്കൻ കങ്കാരു ഓന്ത്. ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്. അഗസ്ത്യഗാമ എഡ്. അപ്പോൾ ഈയിടെ ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണ്. കുടുംബശ്രീ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റാണ് നേച്ചേഴ്സ് ഫ്രഷ്. നേച്ചേഴ്സ് ഫ്രഷ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കുടുംബശ്രീ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റാണ് നേച്ചേഴ്സ് ഫ്രഷ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായ് ചെയർമാനായി നിയമിതനായത് അനിൽകുമാർ ലഹോട്ടി ആണ്. അപ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തിയാണ് അനിൽകുമാർ ലഹോട്ടി. സംസ്ഥാന ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. സംസ്ഥാന ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. അപ്പോൾ സ്നേഹഹസ്തം ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഇത് വനം വകുപ്പ് കൂടിയാണ് ഇത് നടപ്പാക്കുന്നത്. മെയിനായിട്ട് ഇത് വയനാട് കേന്ദ്രീകരിച്ചാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിലെ ആദ്യകാല കഥകളി ആചാര്യന്മാരുടെ 100ഓളം അപൂർവ ചിത്രങ്ങൾ അടുത്തിടെ കണ്ടെത്തിയ മ്യൂസിയമാണ് റെയ്റ്റ്ബർഗ് മ്യൂസിയം, സ്വിറ്റ്സർലാൻഡ്. റെയ്റ്റ്ബർഗ് മ്യൂസിയം, സ്വിറ്റ്സർലാൻഡ്. കേരളത്തിലെ ആദ്യകാല കഥകളി ആചാര്യന്മാരുടെ 100ഓളം അപൂർവ ചിത്രങ്ങൾ അടുത്തിടെ കണ്ടെത്തിയ മ്യൂസിയമാണ് റെയ്റ്റ്ബർഗ് മ്യൂസിയം, സ്വിറ്റ്സർലൻഡിലാണ്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ എത്രാമത് വാർഷികമാണ്
2024 ജനുവരി 30 ആചരിക്കുന്നത് 76ാമത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരി 30 ആചരിക്കുന്നത്? 76ാം വാർഷികമാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കാർട്ടർ ഡാലസ് എന്ന് പറയുന്ന കുട്ടിയാണ്. കാർട്ടർ ഡാലസ്. വെറും 2 വയസ്സ് മാത്രമാണ് പ്രായം. സ്കോട്ട്ലൻഡാണ് ഈ കുട്ടിയുടെ സ്വന്തം നാട് എന്ന് പറയുന്ന രാജ്യം. സ്കോട്ട്ലൻഡാണ്. അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാണ്. പ്രായം കുറഞ്ഞ ആൾ, അതാണ് കാർട്ടർ ഡാലസ്. രാജ്യത്തെ 30 നഗരങ്ങൾ ഭിക്ഷാടന വിമുക്തമാക്കാനുള്ള കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയത് തിരുവനന്തപുരവും കോഴിക്കോട് ജില്ലയുമാണ്. രാജ്യത്തെ 30 നഗരങ്ങൾ ഭിക്ഷാടന വിമുക്തമാക്കുക എന്നുള്ള കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട ഇടം അഥവാ ജില്ല, അതാണ് തിരുവനന്തപുരവും കോഴിക്കോടും. 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായ പോലീസ് സ്റ്റേഷനാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. മലപ്പുറത്തുള്ള സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനാണ് കുറ്റിപ്പുറം. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2023 രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായ പോലീസ് സ്റ്റേഷനാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ മികച്ച സ്റ്റേഷനുകളിൽ 9ാം സ്ഥാനത്തും സംസ്ഥാനത്ത് 1ാം സ്ഥാനവുമാണ്. അപ്പോൾ കേരള സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ കുറ്റിപ്പുറമാണ്. മൊത്തം ഇന്ത്യയിൽ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ്റെ ആ പട്ടികയിൽ 9ാം സ്ഥാനമാണ് നമ്മുടെ ഈ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷന്. അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ താരം ടി.എ. ജാഫറിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചത് യു ഷറഫലിയാണ്. യു ഷറഫലി. അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ താരമായ ടി.എ. ജാഫറിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ലഭിച്ചത് യു ഷറഫലിക്കാണ്. ഷഡ്കാല ഗോവിന്ദ മാരാർ പുരസ്കാരത്തിന് അർഹനായത് അമ്പലപ്പുഴ വിജയകുമാറിനാണ്. അപ്പോൾ ഈ വർഷത്തെ ഷഡ്കാല ഗോവിന്ദ മാരാർ പുരസ്കാരത്തിന് അർഹനായത് അമ്പലപ്പുഴ വിജയകുമാർ. തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യുവജന കായിക മേളയിൽ സൈക്ലിങ്ങിൽ സ്വർണവും വെള്ളിയും നേടിയ മലയാളി താരമാണ് അലനിസ് ലില്ലി. തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യുവജന കായിക മേള. അപ്പം ഈ വർഷത്തെ ഖേലോ ഇന്ത്യ യുവജന കായിക മേളയുടെ വേദി തമിഴ്നാടാണ് എന്ന് മനസ്സിലാക്കുക. ആ ഒരു ഖേലോ ഇന്ത്യ യുവജന കായിക മേളയിൽ സൈക്ലിങ്ങിൽ സ്വർണവും വെള്ളിയും നേടിയ മലയാളി താരമാണ് അലനിസ് ലില്ലി. ദേശീയ അണ്ടർ 23 വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം സ്വന്തമാക്കിയത് കേരളമാണ്. ദേശീയ അണ്ടർ 23 വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം സ്വന്തമാക്കിയത് കേരളമാണ്. മഹാരാഷ്ട്രയെ തോൽപ്പിച്ചിട്ടാണ് കേരളം എന്ത് ചെയ്തത്? ഈ ടൂർണമെൻറ്റിൽ കിരീടം സ്വന്തമാക്കിയത്. ബൗളർമാരുടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ളത് ആർ അശ്വിനാണ്. ബൗളർമാരുടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ളത് ആർ അശ്വിനാണ്. ഇപ്പോഴും നിലവിലെടുത്ത് നോക്കിയാലും കാണാം ആർ അശ്വിൻ തന്നെയാണ് 1ാം സ്ഥാനം. ഒരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അരവിന്ദ് പനഗിരിയെയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? അത് ആനി ജോർജ് മാത്യു ആണ്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. ശബ്ദകോലാഹലങ്ങളുടെ കൂട്ടായ്മ എന്നതാണ് അരകവ്യൂഹം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അരകവ്യൂഹത്തിൻ്റെ ഇവിടെ അർത്ഥം എന്താണ്? കോലാഹലങ്ങളുടെ കൂട്ടായ്മ.
ഡിമെൻഷ്യ, അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓർമ്മത്തോണി. ഡിമെൻഷ്യ, അൽഷിമേഴ്സ് അതുപോലത്തെ അസുഖങ്ങൾ ബാധിതരായ വയോജനങ്ങൾക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വയോജനങ്ങൾക്കുള്ള പദ്ധതിയാണ്. വയോജനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓർമ്മത്തോണി. സംസ്ഥാന മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ അറിയപ്പെടുന്നത് സിവിൽ ജഡ്ജി എന്നാണ്. സംസ്ഥാന മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ അറിയപ്പെടുന്നത് സിവിൽ ജഡ്ജി എന്ന പേരിലാണ്. സിവിൽ ജഡ്ജി. ആദി ശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എസ് സോമനാഥ് ആണ്. അപ്പോൾ ISROയുടെ ചെയർമാനാണ് ഡോക്ടർ എസ് സോമനാഥ്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ആദി ശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എസ് സോമനാഥ് ആണ്. മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത് ഇബ്രാഹിം ഇസ്കന്ദർ ആണ്. ഇബ്രാഹിം ഇസ്കന്ദർ. രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുമായി സജ്ജമാകുന്ന പോർട്ടലാണ് യുവിൻ. അപ്പം രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുമായി സജ്ജമാക്കുന്ന പോർട്ടലാണ് യുവിൻ പോർട്ടൽ. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം. അപ്പം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്നറിയുക. ഈ വർഷത്തെ, അതായത് 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. മലയാളത്തിൽ ഇതിന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. 2024 100 വയസ്സ് പൂർത്തിയാക്കുന്ന പത്രമാണ് അൽ അമീൻ. 2024 100 വയസ്സ് പൂർത്തിയാക്കുന്ന പത്രം ആണ് അൽ അമീൻ. ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി ലഭിച്ചത് ഗൗരി പാർവതി ബായിക്കാണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഏത്? ഷെവലിയർ ബഹുമതി. അപ്പോൾ ഈ ഷെവലിയർ ബഹുമതി ഏർപ്പെടുത്തിയത് ഫ്രാൻസ് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടെയാണ്. അപ്പം ഇദ്ദേഹം പണ്ട് തൊട്ട് ഏർപ്പെടുത്തിയ ആ പുരസ്കാരം ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഈ വർഷത്തെ ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി ലഭിച്ചത് ഗൗരി പാർവതി ബായി ആണ്. അപ്പം നമ്മുടെ കവടിയാർ, തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിലെ രാജവംശത്തിലുള്ള ഒരാളാണ് ഗൗരി പാർവതി ബായി. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഡെൻമാർക്കിലെ ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് കാപ്പാട് ബീച്ചിനാണ്. ഇവിടെ പറയാം, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഡെൻമാർക്കിലെ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് കാപ്പാട് ബീച്ചിനാണ്. കോഴിക്കോടുള്ള കാപ്പാട് ബീച്ച്. സംസ്ഥാനത്ത് ഈ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യത്തെ ബീച്ചാണ് കാപ്പാട് ബീച്ച്. ഓക്കെ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ജേതാക്കളായ സംസ്ഥാനം. അപ്പോൾ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണെന്ന് നേരത്തെ പറഞ്ഞു. ഈ ഗെയിംസിൽ ഇപ്പോൾ ഈ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ ഓവറോൾ ചാമ്പ്യൻസ് ആയ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദ്യം. അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. തൊട്ടു പിറകിൽ തമിഴ്നാട്, ഇതിൻ്റെ ഹോസ്റ്റ് ചെയ്ത സ്റ്റേറ്റായ തമിഴ്നാടുണ്ട്. തമിഴ്നാട് 2ാമതും ഹരിയാനയാണ് 3ാം സ്ഥാനത്തും ഉള്ളത്. 57 സ്വർണം, 48 വെള്ളി, 53 വെങ്കലവുമാണ് മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ചത്. ഇതിൽ ഈ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനം 9ാം സ്ഥാനമാണ്. 11 സ്വർണം, 9 വെള്ളി, 15 വെങ്കലം. ഇതാണ് കേരളം നേടിയത്. അപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ കേരളത്തിൻ്റെ സ്ഥാനം 9ആണ്. കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് വാഇൽ അൽ ദഹദൂദ് ആണ്. വാഇൽ അൽ ദഹദൂദ്.
കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് വാഇൽ അൽ ദഹദൂദ് ആണ്. വാഇൽ അൽ ദഹദൂദ്. മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളി ഡോക്ടറാണ് കുരുവിള മാത്യു. മെഡൽ ഓഫ് ദ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളി ഡോക്ടറാണ് കുരുവിള മാത്യു. കുരുവിള മാത്യു. സംസ്ഥാനത്തെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റത്. അപ്പോൾ സംസ്ഥാനത്തെ ആദായ നികുതിയുടെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി ചുമതലയേറ്റ പുതിയ വ്യക്തി ആരാണെന്ന ചോദ്യം ജയന്തി കൃഷ്ണനാണ്. ജയന്തി കൃഷ്ണൻ. തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സസ്യത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ച പുതുമണ്ണിൻ്റെ ഗന്ധമുള്ള അത്തറാണ് ജിയോസ്മിൻ. ജിയോസ്മിൻ. ഇപ്പോൾ തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സസ്യത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ച പുതുമണ്ണിൻ്റെ ഗന്ധമുള്ള അത്തറാണ് ജിയോസ്മിൻ. ജിയോസ്മിൻ. 2024 ലോക ക്യാൻസർ ദിന പ്രമേയം ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. അപ്പം 24 ലോക ക്യാൻസർ ദിന പ്രമേയം എന്താണ്? ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. ടുഗദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ. ഇതേപോലെ തന്നെ 2023 വർഷത്തെ ക്യാൻസർ ദിനം, ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ പേസറാണ് ജസ്പ്രീത് ബുംറ. അപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 150 വിക്കറ്റുകൾ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അതിവേഗം 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ഇന്ത്യൻ പേസറാണ് നമ്മുടെ സ്വന്തം ജസ്പ്രീത് ബുംറ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് യശസ്വി ജയ്സ്വാൾ. യശസ്വി ജയ്സ്വാൾ. ഈ പുള്ളിക്കാരൻ IPL ആദ്യം രാജസ്ഥാൻ റോയൽസിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും രാജസ്ഥാൻ റോയൽസിൽ തന്നെ. അവിടെ നിന്നാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ഇന്ത്യൻ ടീമിലെടുത്തു. അങ്ങനെ ടെസ്റ്റിലൊക്കെ കളിപ്പിച്ചു. ടെസ്റ്റിൽ അങ്ങനെ അതിവേഗം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി മാറി നമ്മുടെ യശസ്വി ജയ്സ്വാൾ. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി പോക്രാനാണ്. പോക്രാൻ, രാജസ്ഥാൻ. അപ്പം വായുശക്തി 2024 വേദി പോക്രാനാണ്. പോക്രാൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനികാഭ്യാസമാണ് വായുശക്തി. ആ വായുശക്തി 2024 വേദിയാണ് പോക്രാൻ, രാജസ്ഥാൻ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫിൽ ടവർ, പാരീസ്. ഈഫിൽ ടവർ, പാരീസ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത പൂർത്തീകരിക്കുന്ന ജില്ലയായി മാറുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത പൂർത്തീകരിക്കുന്ന ജില്ലയായി മാറുന്നത് കാസർഗോഡ് ജില്ലയാണ്. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് കളമശ്ശേരിയാണ്. കളമശ്ശേരി. ഹൈക്കോടതി ഉൾപ്പെടെ കേരളത്തിൽ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് കളമശ്ശേരിയിലാണ്, എറണാകുളം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലെഗ് കൊനോനെൻകോ. ഒലെഗ് കൊനോനെൻകോ. 878 ദിവസവും 12 മണിക്കൂറുമാണ് ഇദ്ദേഹം ബഹിരാകാശത്ത് ചിലവഴിച്ചത്. അപ്പോൾ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ഒലെഗ് കൊനോനെൻകോയാണ്. ഒലെഗ് കൊനോനെൻകോ. ഇദ്ദേഹം റഷ്യൻ കോസ്മോനട്ടാണ്. റഷ്യയിലെ ആസ്ട്രോനട്സിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ബഹിരാകാശ ഈ സഞ്ചാരകരെ പറയുന്ന പേരാണ് കോസ്മോനട്ട്. ഒലെഗ് കൊനോനെൻകോ. 878 ദിവസവും 12 മണിക്കൂറും.
അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനുമായി കേരളം നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയാണ് കെയർ. ഇവിടെ കെയറിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, KARE ആണ് കെയർ. കേരള എഗെയിൻസ്റ്റ് റെയർ ഡിസീസസ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും, അപ്പോൾ അപൂർവ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപൂർവ രോഗങ്ങളെ പ്രതിരോധിക്കാനും ചികിത്സ ഉറപ്പാക്കാനും രോഗബാധിതരുടെ പരിചരണത്തിനുമായും കേരളം നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയാണ് കെയർ പദ്ധതി. വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മഹദാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ചത് ഛത്തീസ്ഗഡ് ആണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മഹദാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ചത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ്. 66ാം ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയത് ദിസ് മൊമെൻ്റ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കിനാണ്. അപ്പം ഗ്രാമി പുരസ്കാരം അറിയാം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയത് ദിസ് മൊമെൻ്റ് എന്ന് പറയുന്ന ഒരു ഗാനത്തിനാണ്. ദിസ് മൊമെൻ്റ്. Which country has recently partnered with India to establish a Center of Water Technology at the Indian Institute of Technology, Madras? അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT മദ്രാസുമായിട്ട് സെൻറ്റർ ഓഫ് വാട്ടർ ടെക്നോളജി എന്നൊരു കരാറിൽ ഒപ്പിട്ട, അല്ലെങ്കിൽ ആ കരാറുമായി പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ്? അത് ഇസ്രായേലാണ്. ഇസ്രായേൽ. Name the ISRO's launch vehicle carrying the Earth observation satellite EOS-8, which was successfully launched on 16th August 2024. അപ്പോൾ ഈ ആഴ്ച 16-ാം തീയതി വിക്ഷേപിച്ച ISRO വിക്ഷേപിച്ച EOS, അതായത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് EOS-8 സക്സസ്ഫുള്ളായി ലോഞ്ച് ചെയ്ത ആ വെഹിക്കിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. SSLV D3 ആണ്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. On 16th August 2024, the Indian Space Research and Organization successfully launched its third and final developmental flight of the small satellite launch vehicle from the Satish Dhawan Space Center at Sriharikota, Andhra Pradesh. This achievement marks the completion of ISRO's SSLV development project. ഇപ്പോൾ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെ അവർ ഇത് സംബന്ധമായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ കംപ്ലീഷനാണ് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വിക്ഷേപിച്ച EOS-8 എന്ന് പറയുന്ന ഈ ഒരു സാറ്റലൈറ്റ്. ഓക്കെ, SSLV D3യിലാണ് ഈ ഒരു EOS-8 എന്ന് പറയുന്ന സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്, ഈ ഒരു ലോഞ്ച് വെഹിക്കിളിൽ. ഇറ്റ് ക്യാരിഡ് 2 സാറ്റലൈറ്റ്, നെയിംലി എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഡെവലപ്ഡ് ബൈ UR Rao സാറ്റലൈറ്റ് സെൻറ്റർ, ബംഗളൂരു, ആൻഡ് ദ പാസഞ്ചർ സാറ്റലൈറ്റ് SR0 ഡെമോസാറ്റ്, ഫസ്റ്റ് സാറ്റലൈറ്റ് ഫ്രം ചെന്നൈ, തമിഴ്നാടു ബേസ്ഡ് സ്റ്റാർട്ടപ്പ് സ്പേസ് റിക്ഷ, ആൻഡ് സക്സസ്ഫുള്ളി placed them into a 450 km circular orbit around the Earth. How many players are in the Indian contingent participating in the Paris Paralympics 2024 Games? അപ്പോൾ സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞാൽ ഉടൻ നടക്കുന്ന, അതേ വേദിയിൽ വെച്ച് ഉടനെ നടക്കുന്ന തൊട്ടടുത്ത മത്സരമാണ് പാരാളിമ്പിക്സ്. അപ്പോൾ ഈ വർഷത്തെ വേദി നമുക്കെല്ലാവർക്കും അറിയാം, സമ്മർ ഒളിമ്പിക്സിൻ്റെത് പാരീസിലായിരുന്നു. അപ്പോൾ അതേ പാരീസിൽ വെച്ച് തന്നെയാണ് പാരാളിമ്പിക്സ് ഇനി നടക്കുന്നത് 2024. അതിൽ ഇന്ത്യയിൽ നിന്നും എത്ര മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് എന്നാണ് ചോദ്യം. മൊത്തം ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 പ്ലേയേഴ്സാണ്. 84 മത്സരാർത്ഥികളാണ് പാരാളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. സമ്മർ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 117 പേരാണ്. ഇവിടെ പാരാഒളിമ്പിക്സിൽ 84 പേരാണ് പങ്കെടുക്കുന്നത്. An Indian contingent of 84 players will participate in the upcoming Paris Paralympics 2024 Games.
അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ ഇതിൻ്റെ ഓപ്പണിംഗ് സെറമണിയിൽ പാരാഒളിമ്പിക്സ് 2024 ഓപ്പണിംഗ് സെറമണിയിൽ ഇന്ത്യയുടെ ഈ ഒരു ഓപ്പണിംഗ് സെറമണിയിൽ റാലി ലീഡ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയെന്നാണ് ചോദ്യം. സുമിത് അന്തലും ഭാഗ്യശ്രീ ജാദവുമാണ് ഇന്ത്യയുടെ ഫ്ലാഗ് ബിയറേഴ്സ്. ഏതിൽ? പാരാഒളിമ്പിക്സിൻ്റെ ഓപ്പണിംഗ് സെറമണിയിൽ. അപ്പോൾ പാരാഒളിമ്പിക്സിൻ്റെ ഓപ്പണിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബിയറേഴ്സ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് സുമിത് അന്തലും ഭാഗ്യശ്രീ ജാദവും. ഇതിൽ സുമിത് അന്തലിൻ്റെ കായിക ഇനം ജാവലിൻ ത്രോ ആണ്. ഇദ്ദേഹം ടോക്കിയോ പാരാഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലിസ്റ്റ് കൂടിയാണ്. ഭാഗ്യശ്രീ ജാദവ് ാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യശ്രീയുടെ ഐറ്റം. ഏഷ്യൻ പാരാ ഗെയിംസ് സിൽവർ വിന്നറാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ യൂണിയൻ സ്പോർട്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മൻസുഖ് മൻഡാവിയ ആണ്. മൻസുഖ് മൻഡാവിയ. Who has been appointed as the new Defence Secretary by the Appointments Committee of the Union Cabinet? അപ്പോൾ യൂണിയൻ ക്യാബിനറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി പുതുതായിട്ട് നിയമിച്ച ഡിഫൻസ് സെക്രട്ടറി ആരാണ്? ഇന്ത്യയുടെ പുതിയ ഡിഫൻസ് സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ്. രാജേഷ് കുമാർ സിംഗ്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ ഡിഫൻസ് സെക്രട്ടറിയാണ്. ഇദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്ത അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദ യൂണിയൻ ക്യാബിനറ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് കുമാറാണ്. നമ്മുടെ പുതിയ ഡിഫൻസ് സെക്രട്ടറി ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.